സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് കർത്താവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ. സർവ്വനീതിയും നിറവേറ്റുന്നതിനായി അവൻ സ്നാപകനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമായിരുന്നുവെന്ന് നാഥൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനാൽ തന്നെ ദൈവിക നീതിയുടെ പരമപ്രകാശനമായ അവിടുത്തെ കരുണയുടെ നിറവെളിച്ചത്തിൽ തന്നെ വേണം അവിടുത്തെ ജ്ഞാനസ്നാനത്തെ നമ്മൾ മനസ്സിലാക്കാൻ. അതല്ലാതെ പാപമോചനത്തിന്റെയും അനുതാപത്തിന്റെയും ജ്ഞാനസ്നാനം പാപമില്ലാത്തവനായ ക്രിസ്തുവിന് ആവശ്യമുണ്ടായിട്ടല്ല. സൃഷ്ടിയിൽ മാരകമായ ജലപാതങ്ങൾക്ക് മേൽ ജീവൻ വിരിച്ചവൻ ഇതാ ഈ നീർപ്പടർപ്പിൽ ജീവൻ രക്ഷയുടെ മഹായാനമായി വരുന്നു. നമുക്ക് വേണ്ടി അവൻ എല്ലാ ചുവടുകളും എടുക്കും എന്നതിൻ്റെ ആദ്യ ചുവടാണ് ഈ നീരണിയൽ. ഇന്നലെ സ്നാപകൻ നമുക്ക് നൽകിയ സാക്ഷി നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. സ്നാപകൻ കാറ്റത്താടുന്നൊരു ഞാങ്ങണയല്ല എന്ന് നാഥൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെയല്ലല്ലോ. അല്പനേരം സ്നാപകന്റെ ജ്യോതിസിൽ അഭിരമിക്കാൻ മാത്രം തുനിഞ്ഞ ഈയാമ്പാറ്റകളെ പോലെയായിരുന്നു നമ്മളെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്നാപകൻ മുന്നോട്ട് വെച്ച അനുതാപത്തിന്റെ സുവിശേഷം അതിന്റെ ആയത്തിൽ തൊട്ടുവരാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. അതുമല്ലെങ്കിൽ നമ്മൾ തയ്യാറായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ ആടിയ ഞാങ്ങണകളായി നമ്മൾ മാറി, ഉടഞ്ഞുപോയ ഞാങ്ങണകൾ. എന്നാൽ നാഥൻ ചതഞ്ഞ ഞാങ്ങണയെ ഒടിക്കുകയില്ല എന്ന് ഇന്ന് ഏഷ്യ 42 മധുരസ്വനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് ജ്ഞാനസ്നാനത്തിന്റെ ഒരു അർത്ഥതലം കൂടി വെളിവാക്കുകയാണ്. കരുണയുടെ അർത്ഥതലം. പത്രോസ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പ്രസംഗിക്കുന്നതും ഈ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് തന്നെയാണ്. അവിടെ ഒരു ചെറു പെന്തക്കോസ്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 10. പരിശുദ്ധാത്മാവിന്റെ ഘനമാർന്ന നിറവ്. അഴൽ ജലങ്ങൾക്ക് മേൽ അഴക് വിരിയിച്ച പരിശുദ്ധാത്മാവിന്റെ കഴലുകൾ എൻ്റെ ജീവിതത്തിലും ആഴുകയാണങ്ങനെ. അന്ന് സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിക്കേട്ട സ്വരമുണ്ട്, ഇതാ എൻ്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മെ ദൈവമക്കളാക്കി മാറ്റുകയാണ്. ഇതാണ് ദൈവം നമ്മെ അണിയിക്കുന്ന ആ നീതി, റൈച്ചസ്നെസ്. ഈ നീതി പൂർത്തിയാക്കാനാണ്, നീതിയിൽ നമ്മെ പൊതിഞ്ഞു പിടിക്കുവാനാണ് അന്ന് ക്രിസ്തു ജലമാർന്നത്. ജ്ഞാനസ്നാനം എന്നത് ഈ സുവിശേഷ വീജിയാണ്. മനുഷ്യാവതാരത്തിൽ അവിടുന്ന് ഒരുക്കിയ രക്ഷാവീതി. റോമർ 1:16-17 വരെ.